കർത്താവിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ ശബ്ദം, പരിശുദ്ധാത്മാവിൻ്റെ വിലയേറിയ ദൂത് നമ്മുടെ ഹൃദയത്തിന് വിടുതലായി ആശ്വാസമായി തീരത്തക്ക നിലയിൽ പരിശുദ്ധാത്മാ തൊടുന്ന അനുഗ്രഹിക്കപ്പെട്ട ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുകയും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊണ്ട് സംഖ്യാപുസ്തകം 11 അധ്യായം 14 വാക്യം, ഏകനായി ഈ സർവ്വജനത്തെയും വഹിക്കുവാൻ എന്നെ കൊണ്ട് കഴിയുന്നതല്ല, അത് എനിക്ക് അതിഭാരമാകുന്നു. മോശയുടെ വാക്കുകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവിനെ അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനകത്തുനിന്ന് നമ്മോട് ആഴമായി ഇടപെടുന്ന വചനത്തിൻ്റെ ദൂത്. മോശ പറഞ്ഞ വാക്ക് ഇപ്രകാരമാകുന്നു: എന്നെ കൊണ്ട് വഹിക്കുവാൻ കഴിയുന്നതല്ല. ജീവിതത്തിന് ഭാരം അധികമായി വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയത്ത് കർത്താവിനോട് പറയുക. ആ അധ്യായത്തിൽ 11 വാക്യത്തിലേക്ക് വരുമ്പോൾ മോശ പറയുന്നുണ്ട്, നീ എനിക്ക് ഭാരം വെച്ചത് എന്ത്, എന്നെ വലപ്പിച്ചത് എന്ത്? ഇപ്രകാരം കുറേ ചോദ്യങ്ങൾ മോശ ദൈവത്തിൻ്റെ സന്നിധിയിൽ കഴിക്കുകയാണ്. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദമിതാ ഇപ്രകാരം: എന്നെ കൊണ്ട് ഏകനായി വഹിക്കുവാൻ കഴിയുന്നതല്ല എന്നൊരു സ്ഥിതിയിലേക്ക് സാഹചര്യം മാറിയിരിക്കുകയാണോ? വിഷയങ്ങൾ ഭാരമായി തീർന്നിരിക്കുന്ന, വിഷയങ്ങൾ അതിഭാരമായിരിക്കുന്ന ഒരവസ്ഥയിൽ കൂടിയാണോ കടന്നു പോകുന്നത്? പരിഹാരകനായ കർത്താവിൻ്റെ അടുക്കൽ ഇന്ന് ദൈവത്തിൻ്റെ ഈ ശബ്ദം, പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്ന ദൂത് കാതുകളിലെത്തിയിരിക്കുക. വിഷയങ്ങളെ കർത്താവ് ദർശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു മറുപടി, പരിഹാരം ഇതിനകത്ത് ദൈവം കണ്ടിട്ടുണ്ട്. മോശയുടെ ഹൃദയം ബലം നഷ്ടപ്പെടുന്നു. മോശയുടെ ഹൃദയം ക്ഷീണത്തിലേക്കും തളർച്ചയിലേക്കും കടന്നു പോകുന്നു. അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉയർന്നു പോകുന്നത്. മോശയുടെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. എനിക്ക് വഹിക്കാൻ കഴിയുന്നതല്ല, എനിക്ക് ഇത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നതല്ല, എനിക്ക് വഹിക്കാൻ കഴിയുന്നതിന് മീതെ എൻ്റെ വിഷയങ്ങളായിരിക്കുന്നു, ഭാരങ്ങളായിരിക്കുന്നു. മോശ ഈ സാഹചര്യത്തിൽ ദൈവം പറഞ്ഞ ചില വാഗ്ദാനങ്ങളെ മറക്കുന്നുണ്ട്. തന്നിൽ പകർന്ന കാര്യാദികളൊക്കെ മോശ മറക്കുന്നുണ്ട്. ദൈവം ആരംഭത്തിൽ തന്നെ ദൂത് പറഞ്ഞതാ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിന്നോട് കൂടെയുണ്ട്. മോശ ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയുന്ന വാക്ക്, ഏകനായി എനിക്ക് ഇത് വഹിക്കാൻ കഴിയുന്നില്ല അല്ല എന്നാ പറഞ്ഞത്. പക്ഷെ ദൈവത്തിൻ്റെ ശബ്ദത്തോടെ കർത്താവ് പറഞ്ഞത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നോട് കൂടെയിരിക്കും. ആർക്കും കൊടുക്കാത്ത വിലയേറിയ വാഗ്ദത്തം മോശയ്ക്ക് ദൈവം കൊടുത്തു. അഭിഷേകം പകർന്നു. ദൈവത്തിൻ്റെ കൃപ സാന്നിധ്യം തൻ്റെ ഉള്ളിൽ പകർന്നതെല്ലാം മോശ മറന്നുകൊണ്ട് തൻ്റെ ചിന്തകളിൽ മുഴുവൻ ഈ ഭാരമ, സർവജനത്തെക്കുറിച്ചുള്ള ഭാരമ തന്നെ വഹിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ പൈതലേ, പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുന്നു. ഒറ്റയ്ക്കല്ല ഇത് വഹിക്കുന്നത്, ഒറ്റയ്ക്കല്ല സാഹചര്യത്തിൻ്റെ നടുവിലായിരിക്കുന്ന ദൈവം കൂടെയുണ്ട്, കർത്താവ് കൂടെയുണ്ട്. അധൈര്യപ്പെടേണ്ട. ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദത്തിൽ ബലപ്പെടുവാൻ ഇടയായിത്തീരട്ടെ. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു അധ്വാനിക്കുന്നവരെ കണ്ട, ഭാരം ചുമക്കുന്നവരെ കണ്ട വിളിക്കുന്ന മനോഭാവ അതിന്നും അങ്ങനെ തന്നെയാണ്. അധ്വാനിക്കുന്നൊരു, ഭാരം ചുമക്കുന്നൊരു, ഏവരുമായുള്ളൊരു എൻ്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ ദൈവം, ഭാരം ചുമക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, അതിഭാരമായിരിക്കുന്നു ജീവിതമെന്ന് പറയുന്ന ദൈവത്തിൻ്റെ പൈതലേ, ആ ഭാരം ഇതാ ആശ്വാസമാക്കി മാറ്റുന്ന ദൈവകരം കൂടെയുണ്ട്. ആശ്വസിപ്പിക്കുന്ന ദൈവപ്രവൃത്തി ഇതിൻ്റെ മധ്യേ വഴികൾ തുറക്കുന്നു, മുഖാന്തരങ്ങൾ ഒരുക്കപ്പെടുന്നു. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ആഴമായി ഏറ്റെടുക്കുവാൻ ഇടയായിത്തീരട്ടെ. ഇവിടെ മോശ പറയുന്ന കാര്യപ്രകാരമാണ് സർവ്വജനത്തിൻ്റെ ഭാരം
വിഷയമുണ്ട്, കാരണമുണ്ട്, ഭാരത്തിന് കാരണമുണ്ട്. ഇന്നും അതുപോലെയല്ല ദൈവത്തിൻ്റെ പൈതലേ, വിഷയങ്ങൾക്ക് കാരണമുണ്ട്. ചില ഭാരങ്ങൾ ജീവിതത്തിലുണ്ടോ? തലമുറയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭാരമാ. ജോലിയില്ലാത്ത ആ വിഷയം ഭാരമാ. കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, ആ വൈഷമ്യമേറിയ തലങ്ങൾ ഇപ്പോൾ ഭാരമായിരിക്കുക. ഒരു കാരണമുണ്ട്, ഭാരത്തിനൊരു കാരണമുണ്ട്. ആ ഒരു സ്ഥിതിയാണോ ഇന്ന് പകൽ? ആ ഒരു സ്ഥിതിയാണോ ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്നത്? ഭയപ്പെടേണ്ട എന്ന് ദൈവത്തിൻ്റെ ദൂത്, ഉറച്ചു നിൽപ്പിൻ എന്ന് ദൈവത്തിൻ്റെ ശബ്ദം, ഇതിനകത്ത് ആശ്വസിപ്പിക്കുന്ന ദൈവപ്രവൃത്തി, ആശ്വാസം പകരുന്ന ദൈവത്തിൻ്റെ കരം. വാക്കുകൾ കൊണ്ട് മാത്രമല്ല, ദൈവം വഴികൾ തുറന്ന് ആശ്വസിപ്പിക്കുമ്പോൾ ഭാരത്തെ ക്രമീകരിച്ചുകൊണ്ട്, ഭാരത്തെ കുറച്ചുകൊണ്ട്, ഭാരത്തെ തുടച്ചു നീക്കിക്കൊണ്ട്, ദൈവം ഏറ്റെടുത്തുകൊണ്ട് ആ സ്ഥിതിക്ക് അത്ഭുതകരമായ മാറ്റം ദൈവം വരുത്തുന്നു. അത്ഭുതകരമായ വിടുതൽ കർത്താവ് കൽപ്പിക്കുന്നു. ഈ പകൽ ദൂത് വിശ്വസിക്കട്ടെ. എനിക്ക് വഹിക്കുവാൻ കഴിയുന്നതല്ല എന്ന് മോശ ദൈവത്തോട് പറഞ്ഞു. ദൈവത്തിൻ്റെ പൈതലേ, ജീവിത സാഹചര്യ പ്രകാരമല്ലേ എനിക്കത് വഹിക്കുവാൻ കഴിയുന്നതല്ല, എന്നെ കൊണ്ടത് കഴിയുന്നതല്ല. ദൈവം ചെയ്യും. ദൈവസഹായവാൻ ഇറങ്ങാൻ പോവുക. സഹായിക്കുന്ന ദൈവ പദ്ധതി കുടുംബത്തിൽ, കൂടാരത്തിൽ നിശ്ചയമായി സ്വർഗം വെളിപ്പെടുത്താൻ പോകുന്നു. ഭാരത്തെ മാറ്റി ആശ്വസിപ്പിക്കുന്ന ദൈവപ്രവൃത്തി കാണാൻ പോവുക. അത് സംഭവിക്കും. വിശ്വസിക്കട്ടെ. കർത്താവ് സഹായിക്കുക. നമുക്ക് പ്രാർത്ഥിക്കുക. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയപിതാവേ എന്ന് കേൾപ്പിച്ച അങ്ങയുടെ ദൂതനായി സ്തോത്രം. ജനത്തെ സമർപ്പിക്കുക. ദൈവമക്കളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാരം ചുമക്കുന്ന ആ അനുഭവങ്ങൾ ദൈവം തുടച്ചു മാറ്റി ആശ്വസിപ്പിക്കുന്ന ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ കണ്ട് സന്തോഷിക്കുക ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദൈവമക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ തന്നെ വിടുതലുകളും ദൈവപ്രവൃത്തികളും നടക്കട്ടെ. കൂടാരത്തിൽ കർത്താവിൻ്റെ വെളിച്ചം ഉദിക്കട്ടെ. ഇരുള് മാറട്ടെ, ഭാരങ്ങൾ മാറട്ടെ, പ്രയാസങ്ങൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിലുള്ള അനുഗ്രഹങ്ങൾ കുടുംബത്തിൽ സംഭവിക്കട്ടെ. ജനത്തെ അനുഗ്രഹിക്കണം, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടത് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ